ഹലോ നമസ്കാരം. അപ്പോൾ ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥയാണ് പറയാൻ പോകുന്നത്. അതിന് മുന്നേ എൻ്റെ രാധാസ് ഫാമിലി കിച്ചൺ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കഥ പറയാം. അപ്പോൾ കനകയും നയനയും ഗോവിന്ദനും കൂടെ പറയുകയാണ് ഇങ്ങനെ പിന്നെ എന്താണെന്നറിയില്ല അമ്മേ, ആദർശേട്ടന് പറ്റിയത് എന്താണെന്നറിയില്ല. ഞാൻ കുറേ ചോദിച്ചു, പക്ഷേ എന്നെ ഒന്നും പറയാൻ സമ്മതിക്കുന്നില്ല, വെറുപ്പാണ് എന്നോട് എന്നൊക്കെ പറയും. ഇനി ഞാൻ അവിടെ നിന്നാൽ ശരിയാവില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ പറയും നീ പിന്നെ ദേവയാനി ഒന്നും പറഞ്ഞില്ലേ അറിയുമ്പോൾ, ഇല്ല അമ്മയാകെ നിസ്സഹായാവസ്ഥയിലാണ്, അമ്മയ്ക്കും അറിയില്ലല്ലോ എന്താണ് കാരണമെന്ന്, ആർക്കും അറിയില്ല. കാരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞാലല്ലേ നമുക്കതിനൊരു പോംവഴി കണ്ടെത്താൻ പറ്റുള്ളൂ. ഇത് ആദർശേട്ടനൊന്നും പറയുന്നില്ല, മാത്രമല്ല ആരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. മറ്റത് അച്ഛനും ചെറിയച്ഛനും മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എനിക്ക് വേണ്ടി പറയുന്നു. ഇപ്പോൾ അവരും കൈമലർത്തി കാണിക്കുകയാണ്. ഇപ്പോൾ മുതിർന്ന ഞങ്ങളുടെ കാര്യങ്ങളിൽ എന്താണ് അവർ ഇടപെടുന്നത് പറഞ്ഞിട്ട് അവരും കൈമലർത്തി കാണിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്, ഇനി എനിക്കവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറയും. അപ്പോൾ ഗോവിന്ദൻ പറയും, ഇപ്പോൾ അഭിയും നവ്യയും നല്ല സ്നേഹത്തിലായി കഴിഞ്ഞപ്പോൾ നിങ്ങൾ എന്തേ അകന്നത്, ഒരിക്കലും നിങ്ങൾ അകലെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയാം, അച്ഛാ ഞാനും വിചാരിച്ചിട്ടില്ല ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത്, ആദർശേട്ടൻ എന്തുണ്ടെങ്കിൽ എന്തും ഞങ്ങളോട് തുറന്ന് പറയേണ്ടതാണ്, ഇതൊന്നും പറഞ്ഞതുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, എന്തായാലും ഞാൻ കുറച്ച് നാളും കൂടെ നോക്കട്ടെ, ഇല്ലെങ്കിൽ ഞാൻ അയാൾ വാങ്ങി തന്ന ഈ വീട് കൊടുത്തിട്ട് നമുക്ക് വല്ല വാടകയ്ക്കാണെങ്കിലും പോയി താമസിക്കാം, പിന്നെ ഇതിൽ താമസിക്കുന്നതിന് അർത്ഥമല്ലല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യാം മോളെ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദൻ അങ്ങനെ കൊണ്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പറയും, വിഷമിക്കാതിരിക്കും മോളെയൊക്കെ ശരിയാവും എന്ന് പറയുകയാണ് കനക. നയൻ്റെ കരച്ചിലോട് കരച്ചിലാണ് കേട്ടോ. ഒരു കരയ്ക്ക് അടിഞ്ഞു എന്ന് വിചാരിച്ച് വന്നപ്പോഴേക്കാണ് ഇപ്പോൾ നയനയുടെ ഈ തിരിച്ചു വരവും പ്രശ്നങ്ങളൊക്കെ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ഇങ്ങനെ അനന്തപുരി തറവാട്ടിലെ സിറ്റൗട്ടിൽ ഇങ്ങനെ ഇരുന്നിങ്ങനെ കരയാണ്. അപ്പോൾ ജയൻ അങ്ങോട്ട് വരികയാണ്. ജയൻ വന്നിട്ട് നോക്കുമ്പോൾ താനെന്താ കരയാണോ ചോദിക്കുമ്പോൾ, ഇല്ല അറിയും. പിന്നെ ഞാൻ വന്നപ്പോൾ താൻ കണ്ണ് തുടക്കുകയാണല്ലോ എന്ന് പറയും. അത് ഞാൻ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും അച്ഛൻ്റെ ആ കാര്യം ആലോചിച്ചിട്ടാണ് എന്ന് പറയും. അപ്പോൾ പറയും, അച്ഛനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ അറിയും, എന്നാലും അച്ഛന് രോഗം ഉണ്ടല്ലോ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടാണ്. ജേട്ടൻ അറിയാമല്ലോ, ഞാൻ എൻ്റെ അച്ഛനെയും അമ്മയെക്കാളും കൂടുതൽ സ്നേഹിക്കുന്നതും ബഹുമാനിക്കുകയും ചെയ്യുന്ന ജേട്ടൻ്റെ അച്ഛനെയും അമ്മേനെയാണ്. അവരാണ് എനിക്കിപ്പോൾ അച്ഛനും അമ്മയായിട്ടുള്ളത്. അപ്പോൾ അച്ഛൻ്റെ കാര്യം ഓർക്കുമ്പോഴുള്ള സങ്കടമാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നീ അതല്ല നിൻ്റെ മരുമകൾ പോയില്ലേ, അതിനെക്കുറിച്ച് ആലോചിക്കുക അറിയാം, അത് ഞാനെന്ത് പറയാനാ, അവനല്ലേ പറയേണ്ടത്, ഇപ്പോൾ അവൻ എന്താണ് ആ കുട്ടിയോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ എന്നൊക്കെ പറയും. എന്തായാലും താൻ അങ്ങോട്ട് വാ, എല്ലാവരും ഹാളിലുണ്ട്, അവനെന്തോ പറയാനുണ്ട് ഇത്രയും, നീയും കൂടെ വന്നിട്ട് വേണം പറയാൻ എന്ന് പറയും. അവനെന്ത് പറയാനാ എന്ന് ചോദിക്കുമ്പോൾ, അതെനിക്കറിയില്ല, നീ കൂടെ എന്തോ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്, എന്തായാലും നീ അങ്ങോട്ട് വാ എന്ന് പറയാണ് ജയൻ. അപ്പോൾ എന്നിട്ട് അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറയും, എനിക്കറിയില്ല, അവനെന്തോ തീരുമാനിച്ചിട്ടുണ്ട്, പിന്നെ അത് പറയാൻ വേണ്ടിയിട്ടാണ് വിളിക്കേണ്ടത് അറിയാം. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് അങ്ങനെ എല്ലാവരും കൂടെ ചെല്ലുമ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നിൽക്കുന്നുണ്ടാവും, ആദർശും അജയനും ഒക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കൂടെ അനാമികയും ജലജയും കൂടി വരികയാണ്, ജാനകിയില്ല. അതിൽ ജയനും ദേവയാനിയും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ പറയും, എന്താ നമുക്ക് പറയാനുള്ളത് എന്ന് നോക്കും ദേവയാനി. അപ്പോൾ പറയും, എനിക്ക് പറയാൻ എല്ലാവരോടും കൂടെ പറയാനുള്ളതാണ്, ഇനി നയനേനെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നില്ല, അവളെ എന്നെ ചീറ്റ് ചെയ്തു, അതുകൊണ്ട് ചിലപ്പോൾ ഞാൻ അവളെ ഉപേക്ഷിച്ചു എന്ന് വരാം, പിന്നെ അതിനാരും എതിർപ്പ് പറയരുത്, അതിന് ആരെങ്കിലും എതിർപ്പ് പറഞ്ഞാൽ ഞാൻ പിന്നെ ഈ വീട്ടിലുണ്ടാവില്ല, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോവും, അവൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ ആരും വരരുത് അറിയും. അത് കേൾക്കുമ്പോൾ ജയലജയ്ക്കും അനാമികയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാണ്, അവർ ചിരിക്കുക നിന്നിട്ട്. അപ്പോൾ പറയും, നീ ആലോചിച്ചിട്ട് തന്നെയാണ് അവർ തീരുമാനിച്ചിട്ട് അറിയും, ഞാൻ ആലോചിച്ചിട്ടുണ്ട്, അതിൽ കൂടുതലായിട്ട് എനിക്കൊന്നും പറയാനില്ല എന്നറിയും. അപ്പോൾ ദേവേനെ ചോദിക്കും, അച്ഛനും അമ്മ എന്താ പറയുന്നത് ചോദിക്കുമ്പോൾ, ഞാനെന്ത് പറയാനാണ്, ഞങ്ങൾക്ക് എന്ത് പറയാനാണ്, ഞങ്ങൾക്ക് ഇതിലൊന്നും പറയാനില്ല, അവൻ്റെ ജീവിതം അവനല്ലേ തീരുമാനിക്കാൻ, അപ്പോൾ അത് അവനല്ലേ തീരുമാനിക്കേണ്ടത്, ഇതിലെനിക്കൊന്നും പറയാനില്ല, നിങ്ങൾ പ്രായപൂർത്തിയായ ആൾക്കാരാണ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, ഡൈവോഴ്സ് ആണെങ്കിൽ അങ്ങനെ പറയുമ്പോൾ ഞാൻ ഡൈവോഴ്സ് ചെയ്യും, ഞാൻ കോടതി വഴി പോകണ്ടെന്നാണ് വിചാരിക്കേണ്ടത്, കാരണം അവൾക്കും ഏതാണ്ട് ഇപ്പോൾ ആ ഒരു മനോഭാവം തന്നെയാവും, എന്നെ ഒഴിവാക്കണം എന്നുള്ള മനോഭാവം തന്നെയാണെങ്കിൽ പിന്നെ കോടതിക്ക് കയറേണ്ട ആവശ്യമില്ലല്ലോ, മാന്യമായ രീതിക്ക് എന്നെ പിരിയാം എന്നിങ്ങനെ പറയണം ആദർശ കൂളായിട്ട്. അപ്പോൾ പറയും, നീ ഇതിൻ്റെ വരുംവരായികകളൊക്കെ കുറിച്ച് സങ്കടം വരുന്നുണ്ട് ദേവയാനിക്ക്, കാരണം ഭയങ്കര ഷോക്കിലാണ്. അപ്പോൾ പറയും, നീ ഇതിൻ്റെ വരുംവരായികളെക്കുറിച്ച് ആലോചിച്ചിട്ടാണോ എന്ന് പറയും. എനിക്കിതിപ്പോൾ പ്രത്യേകിച്ചൊന്നും ആലോചിക്കാനില്ല, ഇനിയിപ്പോൾ എനിക്ക് അവളുടെ വീട്ടിൽ പോയി പറയേ വേണ്ടുള്ളൂ, വേറെ എനിക്ക് അതിനെക്കുറിച്ചൊന്നും ആലോചിക്കാനില്ല എന്നിങ്ങനെ പറയും. അങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും ജലജയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമാവുകയാണ് കേട്ടോ. അപ്പോൾ അജയനും പറയും, ഞങ്ങൾക്കും ഒക്കെ വിഷമമുണ്ട്, പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഒരുമിച്ച് ജീവിക്കണമെങ്കിൽ പിന്നെ അവരുടെ ഇഷ്ടത്തിന് നിൽക്കല്ലേ നിവർത്തിയുള്ളൂ
എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ തന്നെ പറയണ്ടത്, അവരും തന്നെ പറയുന്നത് എനിക്കും പത്രമൊക്കെ തന്നെ പറയുള്ളൂ, അവരല്ലേ ഒരുമിച്ച് ജീവിക്കേണ്ടത്, അവർക്ക് താല്പര്യമില്ലെങ്കിൽ പിന്നെ നമുക്കത് ചെയ്യാൻ പറ്റും എന്നിങ്ങനെ പറയുകയാണ്. അവസാനം ദേവയാനി പറയും, നീ നിൻ്റെ ഇഷ്ടം പോലെ എന്താ വെച്ചാൽ ചെയ്തു, ഞാനതിന് എന്തഭിപ്രായമാണ് പറയുന്നത് എന്നൊക്കെ പറയും. അപ്പോൾ അവൾ അഹങ്കാരം കൊണ്ടല്ലേ അവളെ വീട്ടിലേക്ക് പോയത്, അപ്പോൾ ഇനി അവിടെ തന്നെ നിൽക്കട്ടെ, ഇനിയിപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവരണ്ട എന്നൊക്കെ നയനേനെക്കുറിച്ച് പറയും. അവൾ എഴുതിച്ച് പോയതല്ലേ, ഇനിയിപ്പോൾ അവളവിടെ നിൽക്കുന്ന പോലെ നിൽക്കട്ടെ, അവൾ എന്നേക്കുമായിട്ട് അവിടെ നിൽക്കാച്ച നിൽക്കട്ടെ, അതിന് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറയും. മാന്യമായിട്ട് പിരിയാനാണെങ്കിൽ അങ്ങനെയാണ് അവസാനം പറഞ്ഞ് നിർത്തുന്നത്. അപ്പോൾ ജയനും അജയനും എല്ലാവർക്കും വിഷമമുണ്ട്. പക്ഷേ വിഷമം എന്ന് പറഞ്ഞാൽ ഇവൻ സീരിയസ് ആയിട്ടാണ്, പക്ഷെ അവരത് സീരിയസ് ആയിട്ടല്ല കാണുന്നത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് ഇവൻ്റെ ഒരു തമാശ മാത്രമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ദേവയാനി എങ്ങനെയെങ്കിലും സത്യം പറയണം, ദേവയാനിയെ കൊണ്ട് സത്യം പറയിപ്പിക്കാനുള്ള ഒരു അടവും കൂടി ആയിട്ടാണ് ഇവർ കാണുന്നത്. അങ്ങനെ പറഞ്ഞ് നിർത്തുക. അപ്പോൾ ദേവയാനിക്ക് സഹിക്കണില്ല അത് കണ്ടിട്ട്. അപ്പോൾ അത് കഴിഞ്ഞവർക്ക് ജലജയും അനാമികയും കൂടെ ചെന്നിട്ട് ഇങ്ങനെ കൈ ഇങ്ങനെ കൊടുത്ത് ഭയങ്കര സന്തോഷ പ്രകടനം നടത്തുകയാണ്. അപ്പോഴേക്കും ജാനകി അങ്ങോട്ട് വരും. മൂന്നാൾ കൈയടിച്ചൊക്കെ ഭയങ്കര സന്തോഷ പ്രകടനം നടത്താൻ പറയാം. അങ്ങനെ അവളുടെ ശല്യം തീർന്നു കിട്ടി. എന്തായാലും ആദർശ് അവളെ ഡൈവേഴ്സ് ചെയ്യാൻ വരെ തീരുമാനിച്ചല്ലോ. അപ്പോൾ അവരുടെ ഇടയിൽ എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിവോഴ്സിനെ കുറിച്ചൊന്നും ആദർശം ആലോചിക്കില്ലായിരുന്നു. കാരണം അവൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കുറേ കാര്യങ്ങൾ പക്വതയോടുകൂടി കാണുന്നതാണ് എന്ന് പറയും. അപ്പോൾ പിന്നെ അനാമിക പറയും, എനിക്ക് സംശയം അവളുടെ ഇടയിൽ വല്ല ചെറുപ്പക്കാരും വന്നിട്ടുണ്ടാവും, അതിനെ പറ്റി വല്ല വിവരവും അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാവും അവൾ അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്, അതായിരിക്കും, അത് ആദർശേട്ടൻ അറിഞ്ഞിട്ടുണ്ടാവും, അതുകൊണ്ടാവും ആദർശേട്ടനെ അവളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവും എന്നറിയും. അപ്പോൾ പിന്നെ ഇങ്ങനെ ആശുപത്രിയിൽ പോയി ഇങ്ങനെ ചെക്കപ്പൊക്കെ നടത്തി ഒരുപക്ഷെ കുട്ടികളുണ്ടാവില്ല എന്നുള്ള വല്ല ഇതും കിട്ടിയിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ അങ്ങനെയാവുമോ എന്നൊക്കെ ചോദിക്കാം. അവർക്ക് മൂന്നാൾക്കും സത്യാവസ്ഥ ആർക്കും ഇപ്പോൾ അതിൽ അറിയില്ല, എന്താണ് ഇത് എന്നുള്ളത്. ഇവർക്ക് മൂന്നാൾക്കും അറിയില്ല, ബാക്കി എല്ലാവർക്കും ഒക്കെ അറിയാം ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എല്ലാവരും കൂടെ അങ്ങനെ ചർച്ച ചെയ്യും. അപ്പോൾ പറയും, ഇനിയിപ്പോൾ പറയാനും പറ്റില്ല, ഇനിയിപ്പോൾ അവളെ പോയി തിരിച്ച് വിളിച്ചും കൊണ്ട് പോരുമെന്ന് പറയാനും പറ്റില്ല എന്നറിയും. ഇനിയിപ്പോൾ എന്തായാലും അവളെ തിരിച്ച് വിളിക്കില്ല, കാരണം കോടതിയിലെത്താതെ തന്നെ ഡിവോഴ്സിനെ കുറിച്ചല്ലേ ചിന്തിക്കുന്നത്. അപ്പോൾ അവൾക്ക് നല്ല കോമ്പൻസേഷനൊക്കെ കൊടുത്തിട്ട് മെല്ലെ ഒഴിവാക്കാമെന്ന് പറയും. ഇനിയിപ്പോൾ അവളുടെ വല്ല അടവ് കാണാവോ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൾ ഭയങ്കര ഡിസൈനറൊക്കെ അല്ലേ, ഇനി വില പേശിയാണാവോ, ഇനിയിപ്പോൾ അത് വെച്ചിട്ട് വില പേശിയാണാവോ എന്നൊക്കെ പറയും കേട്ടോ. വില പേശിയൊന്നും അതിൻ്റെ ആവശ്യമൊന്നുമില്ല, അവൾക്ക് വേറെ ഏതിലെങ്കിലും കയറാമല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ ആദർശമല്ലേ അവൾക്കൊരു പിന്നെ ഇങ്ങനെ എത്ര എത്തിച്ചത് ആദർശമല്ലേ, അപ്പം ഇനി അതെറ്റാണോ എന്തോന്ന് അറിയില്ല. എന്തായാലും എനിക്ക് ഇതിനോടൊന്നും താല്പര്യം, അനി അറിയുമ്പോൾ എന്താവും എന്നുള്ള ഇതാണ്. അപ്പോൾ എനിക്ക് ഞാൻ അനിയോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ അതുപോലെ തന്നെ ചെയ്യുക, ഏട്ടൻ എന്താ തീരുമാനിക്കുന്നു വെച്ചാൽ അതിൻ്റെ കൂടെ തന്നെ നിൽക്കാമെന്ന് അനി പറഞ്ഞത് എന്ന് പറയും ജാനകി. അപ്പോൾ ഇവിടുന്ന് ആരും സാധാരണ ഡൈവോഴ്സ് വാങ്ങി പോവാത്തതാണ്, മുത്തശ്ശൻ അത് ഇഷ്ടമല്ലാത്തതാണ്. പക്ഷേ ഇപ്പോഴത്തെ ആ കാലമൊന്നും അല്ലല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് പരസ്പരം ജീവിക്കാൻ താല്പര്യമില്ലെങ്കിൽ ഡൈവോഴ്സ് കൊടുത്ത് പിരിയന്നല്ലേ നല്ലത് എന്ന് പറയും. അപ്പോൾ ജനജ പറയുന്നുണ്ട്, അവ്യനെ ഞാനും അബി ഒഴിവാക്കാൻ നിന്നപ്പോൾ ഇവരെല്ലാവരും കൂടെയാണ് അന്ന് എതിർത്തത്. പിന്നെ പറ്റില്ല, ഇങ്ങനെ ഇവിടെ കല്യാണം കഴിച്ച് വരുന്ന കുട്ടികളെ ഒഴിവാക്കാൻ പറ്റില്ല എന്നുള്ളത് പിന്നെ അന്ന് തീരുമാനിച്ചതാണ്. ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമില്ലല്ലോ, നയനേനെ ഒഴിവാക്കണമെങ്കിൽ ഞങ്ങൾക്ക് നവ്യേനെ ഒഴിവാക്കാം, കുട്ടിക്ക് വേണ്ട ചിലവിനെന്താ വെച്ചാൽ കൊടുത്താൽ പോരെ, മാന്യമായിട്ടുള്ള രീതിയിൽ തന്നെ എന്നൊക്കെ ഇങ്ങനെ ജലജ പറയാൻ. അവരൊക്കെ ഭയങ്കര മനക്കോട്ടയെ കെട്ടണം. ഇനിയിപ്പോൾ നയനേനെ ഒഴിവാക്കി അതിൻ്റെ പിന്നാലെ നവ്യേനെ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വേറെ പെണ്ണ് കെട്ടിപ്പിക്കാം, അങ്ങനെ കൊണ്ട് കോടീശ്വരീനെ കെട്ടിപ്പിക്കാം, അവനാണെങ്കിൽ തന്നെ ഫ്രോഡ് കളിച്ചുകൊണ്ട് നടക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുകയാണ് ഇവർ മൂന്നാളും കൂടെ നിന്നിട്ട്. അപ്പോൾ സമാധാനമായി. അപ്പം ഇനിയിപ്പോൾ മോൾക്ക് സമാധാനമായല്ലോ, മോളോട് ഫൈറ്റ് ചെയ്യാൻ ഇവിടെ ആരുമില്ല. അപ്പോൾ മോൾക്ക് ഇഷ്ടം പോലെ ഇതിൽ ജീവിക്കാം ഇവിടെ എന്നൊക്കെ പറയുകയാണ് ജാനകി. അങ്ങനെ എല്ലാവരും കൂടെ ഭയങ്കര സന്തോഷ പ്രകടനം. അതായത് ജലജ അബിയുടെ അടുത്ത് പോകും. അപ്പോൾ അബി എങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് പോലെ ഡ്രസ്സ് ചെയ്യുക. അപ്പോൾ അവിടെ നീ ഇവിടെ നടക്കണ വല്ലതും വിവരം അറിയുന്നുണ്ടോ വയ്ക്കുമ്പോൾ എന്താ അമ്മയെന്ന് വയ്ക്കുക. അപ്പോൾ അറിയാടാ അവളെ ഡൈവോഴ്സ് ചെയ്യാനടാ ആദർശ് അറിയും. അപ്പോൾ പറയും ആരെയെന്ന് വയ്ക്കുമ്പോൾ നയനെ ഡൈവോഴ്സ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു ആദർശ് അറിയുമ്പോൾ അമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കട, അതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല അറിയുമ്പോൾ അതേടാ ആദർശ് എന്ന് പറഞ്ഞു, ഡൈവോഴ്സ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ തന്നെയെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അവനും അവളെ ഇഷ്ടമല്ലടാ എന്നൊക്കെ പറയും. അതൊന്നല്ല, അതിലെന്തെങ്കിലും കള്ളക്കളി ഉണ്ടാവും, കാരണം അല്ലെങ്കിൽ അയാൾ തന്നെ പോയി വിളിച്ചും കൊണ്ട് വരും എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയും. അപ്പോൾ അത് അങ്ങനെ വരാൻ സാധിക്കില്ല, അങ്ങനെ ഇനി വരുന്നില്ല, അതാണ് ഇപ്പോഴത്തെ തീരുമാനം എന്ന് പറയുമ്പോൾ. അവൾ വലിയ ഡിസൈനറല്ലേ, എന്നിട്ട് പിന്നെന്തപ്പോൾ
അങ്ങനെ വരണതെന്ന് പറയുമ്പോൾ നീ ഇപ്പോൾ നവ്യയുടെ വീട്ടിലേക്ക് എപ്പോഴും പോകണ്ടില്ല, അപ്പോൾ അവരൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കണ്ടേ. എന്നോട് അതിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ്. പിന്നെ അഭി പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും അപ്പോഴേക്കും നീ എന്താ ഇപ്പം ഞാനെന്ത് പറഞ്ഞാലും നിനക്കൊരു ഇതുമില്ലല്ലോ, നിനക്കെന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുകയാണ് അഭിയോട് ജലജ. അപ്പോൾ പറയും എനിക്കെന്ത് പറ്റാനാ എന്ന് പറയുമ്പോഴേക്കും അനാമികയുടെ ഫോൺ വരികയാണ്. അനഘയുടെ ഫോൺ വരിക. അപ്പോൾ അവൻ പെട്ടെന്ന് ഫോൺ എടുത്തിട്ട് ഇങ്ങനെ കുറേ ആണ്ട് മാറുന്നിട്ട് ഹലോ എന്ന് പറഞ്ഞ മരിക്കുമ്പോൾ നാളെ ലാസ്റ്റ് ഡേ ആണ്, അത് കഴിഞ്ഞിട്ട് ഞാൻ വിളിക്കും, നിങ്ങളെയല്ല വിളിക്കുക, ഞാൻ നിങ്ങളുടെ മുത്തശ്ശനെ വിളിക്കുക, അത് കഴിഞ്ഞിട്ട് എന്താ വേണ്ടത് ഞാൻ തീരുമാനിക്കും, നാളെ അവസാന ദിവസം, അത് മറക്കണ്ട പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്യാണ്. അതിൽ ഇവൻ ആകെ വിരളി പിടിച്ച് നിൽക്കുകയാണ് ഈ ഫോണും പിടിച്ചിട്ട്, എന്ത് ചെയ്യണമെന്നറിയാണ്ട് അഭി. അപ്പോഴേക്കും ജലജ വന്ന് വരുമ്പോഴേക്കും ഇവനിങ്ങനെ ഞെട്ടുക, എടാ ഞാനാടാ, നീ എന്തിനങ്ങനെ പേടിക്കുന്നത്, നിന്നാരെ ഫോൺ വിളിക്കുന്നത്, നീ എന്തെങ്ങനെ പേടിക്കുന്നത് നോക്കുമ്പോൾ ഒന്നും പറ്റില്ല, നിനക്കെന്താ പ്രശ്നം, നിനക്കെന്തോ കാര്യമായിട്ട് പ്രശ്നം പറ്റിയിട്ടുണ്ട്, നിനക്കെന്താ പറ്റിയത് എന്നോട് പറ, ഒന്നുമില്ലാമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ജലജോട് ദേഷ്യപ്പെട്ടിട്ട് അങ്ങനെ പോവാണ് അഭി. കാരണം ജലജയ്ക്ക് മനസ്സിലായി ഇവൻ്റെ കാര്യമായിട്ട് എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് മനസ്സിലായി. പക്ഷെ ഇവനത് പറയണമില്ല. ഈ സ്വർണത്തിൻ്റെ എന്തായാലും അറിയാം, പക്ഷേ അനഘയുടെ കാര്യം അറിഞ്ഞിട്ടുമില്ല, ജലജ അറിഞ്ഞിട്ടുമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ എന്താണ് നവ്യയും നയനയും കൂടെ നിന്ന് സംസാരിക്കാതെ ഇരുന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും എനിക്ക് മനസ്സിലാവണില്ല ആദർശേട്ടന് ഇത് എന്താ പറ്റിയെന്നുള്ളത് മനസ്സിലാവണില്ല എന്നൊക്കെ പറയാം. അത് അറിയില്ല ചേച്ചി, എനിക്കും അറിയില്ല. അപ്പോൾ അവൾ കുളിച്ചൊക്കെ ഫ്രഷായി നല്ല ഡ്രസ്സ് നല്ല നീറ്റായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പറയും എനിക്കും മനസ്സിലാവുന്നില്ല എന്താണ് പറ്റിയതെന്നുള്ളത്. ഇനിയിപ്പോൾ എന്തായാലും അച്ഛനും നല്ല വിഷമം ഉണ്ടാക്കുന്നുണ്ട് അതിൽ അറിയുമ്പോൾ, അച്ഛനും നല്ല വിഷമമുണ്ട്. എന്തായാലും അച്ഛൻ കുറച്ച് ദിവസം കൂടെ കാക്കട്ടെ എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ എന്താ തീരുമാനിക്കേണ്ടതെന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേക്കും അബി അങ്ങോട്ട് വരികയാണ്. അബിയും വരും, കനകയും വരികയാണ്. അപ്പോൾ കനകയും എന്നെ കാണുമ്പോൾ നവ്യ നേരെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ പറയും എനിക്ക് അകപ്പാടെ ഒരു സമാധാനമില്ല മോളെ, ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ പോയാൽ എന്താ ചെയ്യുക നിൻ്റെ ഭാവി. അപ്പോൾ അബി ഒരു ഇതിൽ നിന്ന് സന്തോഷമായിട്ട് വരുമ്പോഴേക്കും നയനയുടെ ജീവിതം എങ്ങനെയായി പോയാലും അറിയാം. അപ്പോൾ നവ്യ പറയാണ് പിന്നെ എനിക്ക് ബലമായ സംശയം, നീ വിഷുവിൻ്റെ ഇവിടുന്ന് ഇങ്ങോട്ട് നാട്ടിലേക്ക് നീ വീട്ടിൽ വന്ന് നിന്ന സമയത്ത് അനാമികയും എൻ്റെ അമ്മയമ്മയും കൂടെ ചേർന്ന് ആദർശേട്ടൻ്റെ മനസ്സിൽ എന്തോ വിഷം കുത്തി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു മാറ്റം ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നയന പറയും അങ്ങനെ അവരൊന്നും പറയുന്നത് കേൾക്കണ ആളല്ലല്ലോ ആദർശേട്ടൻ, അല്ലെങ്കിൽ ഇപ്പോൾ എന്താ പറഞ്ഞു കൊടുക്കാനുള്ളത്, ഇങ്ങനെ കേൾക്കണ ആളല്ലല്ലോ എന്ന് പറയണേ. അപ്പോൾ പറയും പിന്നെ എന്താണ് അങ്ങനെ ഇതൊന്നുമില്ല, അങ്ങനെ ഒന്നും പറയില്ല എന്ന് പറയും. അപ്പോഴേക്കും അബി വരുന്നുണ്ട്. അബി വരുന്ന സമയത്ത് അബിയും പറയും എന്താ നിങ്ങളുടെ ഇടയിൽ പറ്റി, നിങ്ങൾക്ക് എന്താ പറ്റി, ഞാൻ കേട്ടതൊക്കെ സത്യമാണോ എന്ന് വയ്ക്കും. അപ്പോൾ നവ്യ അറിയാം ഞാൻ നിൻ്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ വന്നത്, എന്താ സംഭവം ഇവിടെ, അതോ നിനക്ക് വല്ലതും അറിയോ, നീ അറിയാത്ത ഭാവം നടിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ അബിയോട്. അപ്പോൾ പറയും എന്ത് കാര്യം ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നിങ്ങനെ അബി പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ അനാമിക വിളിച്ച് പറയുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ഡൈവോഴ്സിൻ്റെ വക്കിലെത്തി നിൽക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ ജാനകി അനാമികയോട് പറയുന്നുണ്ട് നീ പിന്നെ മോള് സന്തോഷമായിട്ട് വീട്ടിലേക്ക് വിളിച്ച് പറയും, അവർക്ക് സന്തോഷമാവട്ടെ പറയുമ്പോൾ അവർ വിളിച്ച് പറയുമ്പോൾ രേവതിയും വേണും കൂടി സംസാരിക്കുകയാണ്. അവസാനം നമ്മളെ മോളെ പുറത്താക്കാൻ നിന്നിട്ട് ഇപ്പോൾ അവൾ തന്നെ പുറത്തായി, അവളും അവളുടെ ചേച്ചി ഇപ്പോൾ പുറത്തായ പോലെയാണ്, അവളെ അനിയത്തിനെയൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് നമ്മളെ മോളെ പുറത്താക്കാൻ നിന്നതാണ് എന്നൊക്കെ പറയും. അപ്പോൾ പറയും നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമല്ലേ അറിയുമ്പോൾ അതൊക്കെ കൊടുക്കും, അതിനിപ്പോൾ അവർക്കതൊന്നും പ്രശ്നമില്ല, ഒന്നത് അവൾ നല്ലൊരു ഡിസൈനറൊക്കെ അല്ലേ, എന്നാലും എന്തുകൊണ്ടാണ് ഇപ്പോൾ പിന്നെ ഇങ്ങനെ ഡൈവേഴ്സൊക്കെ എത്തിയത് അങ്ങനെ രണ്ടാളും കൂടി വേണും രതിയും കൂടി ഇരുന്ന് പറയുകയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ പറയും എന്തോ ആവട്ടെ, എന്തായാലും നമ്മുടെ മകൾ ഇനിയിപ്പോൾ അധികം നാളൊന്നും അവിടെ ഉണ്ടാവില്ല, അവളും അവിടുന്ന് പോരും, കാരണം അനി അവളും തമ്മിൽ ഒരു സ്നേഹമില്ല. ഇപ്പോൾ അവളുടെ വലിയമ്മ ഒരു 5-6 പവൻ്റെ സ്വർണ്ണം കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വിഷുവായിട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുള്ളതൊക്കെ അവിടുന്ന് കിട്ടിയിട്ട് മാന്യമായിട്ട് അവൾ ഇറങ്ങിപ്പോരട്ടെ, പിന്നെ അവൾക്ക് ഒരു ചെറുപ്പക്കാരുണ്ടല്ലോ അപ്പോൾ അവളുടെ പിന്നാലെ, അപ്പോൾ അവൻ അവൻ്റെ കൂടെ കല്യാണം കഴിച്ചിട്ട് അവർ ഒരുമിച്ച് ജീവിക്കട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും അപ്പോൾ വേണൂട്ടിന് അത് അറിയുമായിരിക്കും, പിന്നെ എനിക്കറിയാം അവൻ ഇവിടെ പലവട്ടം അവളെ കല്യാണത്തിൻ്റെ മുന്നേ പലവട്ടം ഇവിടെ വന്നിട്ടില്ലേ, പിന്നെ അതുമല്ല ഞാൻ അവളെ പലവട്ടം ഇവൻ്റെ കൂടെ തന്നെ കണ്ടിട്ടുണ്ട്, അവിടെ ഇവിടെയൊക്കെ വെച്ച് കണ്ടിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ഞാനതൊരു സൗഹൃദം പോലെയാണ് അന്ന് പറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ അവർ തമ്മിൽ ഇഷ്ടമാണെങ്കിൽ അനിയനെ എല്ലാം ഇഷ്ടം, അവൾക്ക് അവനെയാണ് ഇഷ്ടം എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ പറയൂ അത് ശരി എന്നൊക്കെ തന്നെ പറയും. പക്ഷേ അപ്പോൾ അവൾക്ക് വല്ല ചെറുപ്പക്കാരുമായിട്ടും ബന്ധമുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് രേവതി, ആർക്ക് നയനയ്ക്ക്. അപ്പോൾ പറയും ഉണ്ടാവും, പക്ഷെ നമ്മുടെ മോളും
അപ്പോൾ വേണു പറയാണ് അവർ ഇപ്പോൾ നേർവഴിക്കല്ലല്ലോ കല്യാണം കഴിച്ചിട്ട് അങ്ങോട്ട് വന്നത് ഒരു ചേച്ചി അനിയത്തിയും. അപ്പോൾ രേവതി അറിയുന്നത് നമ്മളെ മോള് നേർവഴിക്കൊന്നും അല്ല പോയണത്, അത് മറക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്നാലും എല്ലാവരും അംഗീകരിച്ച കല്യാണമല്ലേ അത് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ കഥ. ഇത് ഇടയ്ക്ക് വന്നതാണ് കേട്ടോ. പിന്നെ ലാസ്റ്റ് അബിയും കനകയും നവ്വി നയനയും കൊണ്ട് നിന്ന് സംസാരിക്കുന്നതാണ് അവസാനം. അപ്പോൾ ആരും മിസ് ചെയ്യാണ്ട് നമ്മളുടെ പത്തരമാറ്റ് കാണുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് പിന്നെ ബെല്ലൈക്കണൊക്കെ അമർത്തി ഒന്ന് സപ്പോർട്ട് ചെയ്യുക പ്ലീസ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും നല്ല ഒരു ദിവസം ആശംസിച്ചിട്ട് നിർത്തുന്നു. പിന്നെ താങ്ക് യു.